ഹായ്, നമ്മളിന്ന് തീവണ്ടി യാത്ര ചെയ്യണത്. അതെയാ? എന്ത് രസമാണ് തീവണ്ടിയില്. അതെയാ? ചെറിയ ശബ്ദം ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ വീട് എത്തിത്താ. ഇതാണ് ഞങ്ങൾ വീട്. ഇതാണ് വീട് അല്ലേ? നമ്മൾ പയ്യെ കഴിച്ചു തുറക്കണം. പയ്യെ നമ്മൾ കഴിച്ചു തുറക്കും. അതാ കഴിച്ചു തുറന്ന് നേരെ കാണുന്ന ഡാഡീൻ്റെ വണ്ടിയാണ് കാണുന്നത്. പിന്നെ പേരക്കന്മാരെ കണ്ട്. അവിടെ പേരക്ക പഴുത്ത് കിടക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഗേറ്റിൻ്റെ തൊട്ടടുത്തത് മൈലാഞ്ചെടി ഉണ്ട്. ആ മൈലാഞ്ചെടീൻ്റെ അടുത്ത് മുളക് ചെടി ഉണ്ട്. കാണാൻ നല്ല രസമാണ്. അതിൻ്റെ അടുത്ത് വേപ്പലുണ്ട്. വേപ്പൽ മരങ്ങളൊക്കെ ഉണ്ട്. പേരക്ക മരം കേട്ടോ. പിന്നെ സപ്പോട്ട ചെടി അവിടെ അടുത്തുണ്ട്. പിന്നെ അടിക്ക കണ്ടോ? എന്താ രസം കണ്ട. പേരക്ക പൈസ കിടക്കണ്ടല്ലേ? അല്ലേ? പണ്ട് പേരക്കാണ് പൈസ കിടക്കണല്ലേ? ആ, എന്താ രസം. പൈത്ത് തോന്നണല്ലേ? നല്ല വെയില്, ചെറുതായിട്ട് വെയിലടിക്കണ്ടല്ലേ? ആ, അങ്ങനെ അല്ലേ? പിന്നെ അടുത്ത് തന്നെ വേറെ ചെടികളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ മഞ്ഞ കൂട്ടി കിടക്കണം രണ്ടെണ്ണം അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ? ആ രണ്ടെണ്ണത്തെ സംസാരം കേൾക്കാൻ, അതിൻ്റെ സൗണ്ടുകൾ കേൾക്കാൻ എന്ത് രസമാണല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കുഞ്ഞുങ്ങളാണത്. ചെറുതിൽ തന്നെ കിട്ടിയതാണ്. കൂട്ടിയിട്ട് തീറ്റ കൊടുത്ത് വളർത്തി വലുതാകുമ്പോൾ നമ്മൾ പറപ്പിച്ചിട്ടാനാണ് പരിപാടി അല്ലേ? അത് നമ്മൾ പറപ്പിച്ചിടും അല്ലേ? അത്രയ്ക്ക് പിന്നെ കൂട്ട് തുറന്ന് തീറ്റൊക്കെ ഇട്ട് കൊടുക്കുക. തിന്നാൻ അത് കൊത്തി തിന്നും. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. എന്ത് രസമാണ് കാണാനല്ലേ? അത്രയ്ക്ക് നല്ല ഭംഗിയാണ് മഞ്ഞ കാണാൻ അല്ലേ? പിന്നെ മാവ് മാങ്ങയൊക്കെ ഉണ്ട്. പച്ച മാങ്ങ പഴുത്ത് കിടക്കുന്നു അല്ലേ? ചീരത്തോട്ടം അല്ലേ? നല്ല ചീരത്തോട്ടം. അടുത്തോളം വേപ്പല്ല. അടുത്ത ചീരത്തോട്ടം ഇത് വേറെ ഒരു ചീരത്തോട്ടം. കുറെ ചീര ഉണ്ടായിരുന്നു. പിന്നെ മുരിങ്ങയില ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ചെറിയ കാശുണ്ട്. മൈക്കൊണ്ട് കോൾഡ് തോന്നണല്ലേ? പിന്നെ അടയ്ക്ക മരം, ചേമ്പൊക്കെ കാണിക്കണ്ടേ? ചേമ്പ് അടിപൊളിയാണല്ലേ? ചക്കമരം ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? ചക്കയാണ്. ചക്ക പൈത്തുണ്ടല്ലേ? പണ്ട ചക്കകള് ഒരു മരത്തിൽ നിറയെ ചക്കയാണ് നമുക്കുണ്ടായത് അല്ലേ? പൈക്കും വേണം തിന്നാൻ അല്ലേ? പുളിമരം. ആ മരത്തിൽ നിറയെ പുളി ഉണ്ടായിട്ടുണ്ടല്ലേ? നമുക്ക് പുളിയൊന്ന് പൊട്ടിച്ച് തന്നല്ല. നല്ല രസമുണ്ട് പുളി തിന്നല്ലേ? അത്രയ്ക്ക് നല്ല പുളിയാണ്. കണ്ടോ? നിറച്ച് പുളികളൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ? പിന്നെ പനിക്കൂർക്ക. ഇത് ജലദോഷത്തിനും പനിക്കും നല്ലതാണ്. തിളപ്പിച്ച് കുടിക്കാനും അല്ലേ? അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ എല്ലാവർക്കും നല്ലതാണ്. പിന്നെ വെള്ളം കടല് അല്ലേ? നല്ല രസമാണ്. തിരുമാലൊക്കെ അടിക്കണം കാണാൻ. നല്ല ശബ്ദം. അതോടൊപ്പം നല്ല കാശുണ്ട്. കണ്ടോ? തണുത്ത കാശ് വീശുകൊണ്ടല്ലേ? സമയം പോകണമെന്ന് അറിയുന്നില്ല അല്ലേ? അത്രയ്ക്ക് നല്ലതാണ് തിരുമാല അടിക്കാൻ. അങ്ങനെ സന്തോഷായി. നല്ല ശബ്ദത്തോടെയാണ് തിരുമാല അടിക്കണേ. വെള്ളം പോകും, താഴത്തേക്ക് ഇറങ്ങി പോകും അല്ലേ? കണ്ടിരിക്കാൻ എന്ത് രസമാണല്ലേ? അടിപൊളിയാണല്ലേ? പിന്നെയും വഞ്ഞുമാ വെള്ളം തിരുമാല അടിക്കുന്നു. നല്ല ശക്തിയോടെ തിരുമാല അടിക്കും. രാത്രിയായി. വെള്ളത്തിൽ കപ്പലിൽ ലേറ്റ് കത്തണണ്ട. എന്ത് ഭംഗിയാണല്ലേ കാണാൻ?